എന്തായാലും നമ്മുടെ നാട്ടിലെ പുരോഗമനവാദികൾക്കും നമ്മുടെ നാട്ടിലെ ഗുൽമോഹറുകൾക്കും ലൈംഗിക ദാഹത്തോടുകൂടി സ്ത്രീകളെ സമീപിക്കുന്ന നമ്മുടെ നാട്ടിലെ നിഷ്പക്ഷത ചമഞ്ഞ് നടക്കുന്ന അല്ലെങ്കിൽ മന്യന്മാരായി ചമഞ്ഞ് നടക്കുന്ന പല ആൾക്കാർക്കും പിന്നെ വിവാഹത്തിന് ശേഷം അവിഹിത ബന്ധം പിടികൂടിയാൽ പ്രണയം മാധവിക്കുട്ടിക്ക് ഉണ്ടായിരുന്നു, ജവഹർലാൽ നെഹ്റുവിന് ഉണ്ടായിരുന്നു, മൈക്കിൾ ജാക്സൺ ഉണ്ടായിരുന്നു, പാബ്ലോ നെരൂദയ്ക്ക് ഉണ്ടായിരുന്നു എന്നൊക്കെ പറയുന്ന പല ആൾക്കാർക്കും ആശ്വാസകരമായിട്ടുള്ളൊരു ഹൈക്കോടതി വിധി ഇപ്പോൾ വന്നിട്ടുണ്ട്. അത് കർണാടക ഹൈക്കോടതിയുടെ ഭാഗത്താണ്. ഒരാളുടെ ഹൃദയം തകർക്കുന്നത് തെറ്റല്ല എന്നാണ് കർണാടക ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത്. അതായത് ഒരാളുടെ ഹൃദയം തകർക്കുന്നത് കുറ്റകരമല്ലെന്ന് ബലാത്സംഗ കേസ് പരിഗണിക്കുന്ന കർണാടക ഹൈക്കോടതിയാണ് പറഞ്ഞിരിക്കുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്. ഇത് സാധാരണപ്പെട്ട ജനങ്ങൾക്ക് ഈ വിധി ഒരു വിചിത്രകരമായിട്ടുള്ള വിധിയാണെന്ന് തോന്നുമെങ്കിലും പുരോഗമനവാദികളുണ്ടല്ലോ, അതായത് ഈ വേടനെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന പുരോഗമനവാദികൾ, അതായത് വേടൻ ഒരു സ്ത്രീയെ പ്രണയിച്ചു, ആ സ്ത്രീയുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നു, ശേഷം ആ സ്ത്രീയെ വഞ്ചിച്ച് വേറൊരു പ്രണയത്തിലേക്ക് പോകുന്നു, അങ്ങനെ നിരന്തരമായി പ്രണയം കണ്ടെത്തി ആ സ്ത്രീകളെല്ലാം ഉപയോഗിച്ച് പോകുമ്പോൾ അത് പ്രണയമാണ്, ആ സ്ത്രീയെ പിന്നെ ഉപേക്ഷിക്കുന്നത് തെറ്റല്ല എന്ന് വാദിക്കുന്ന പുരോഗമനവാദികൾക്ക് ഇത് വലിയ വിധിയാണ്. എന്തായാലും അങ്ങനെ പരിഗണിക്കുന്ന കർണാടക ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ട്, നിയമം ഹൃദയം തകർക്കുന്നത് കുറ്റകരമായി കണക്കാക്കുന്നില്ല എന്നാണ് ഇപ്പോൾ കർണാടക ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത്. ഈ ഹൃദയം തകർക്കുക എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ഹൃദയത്തെ ചാട്ടുളി കൊണ്ട് അടിച്ച് തുളയ്ക്കുക എന്നുള്ളതല്ല. യഥാർത്ഥത്തിൽ ഹൃദയം തകർക്കുക എന്ന് പറയുന്നത് ഒരാളെ വികാരത്തിന് അടിമപ്പെടുത്തി, അതായത് ഒരാളെ വിശ്വാസം പിടിച്ചുപറ്റി ശേഷം വിശ്വാസ വഞ്ചന നടത്തുക, അതാണ് ഹൃദയം തകർക്കുക എന്നതുകൊണ്ട് കോടതി ഉദ്ദേശിക്കുന്നത്. ഇതോടൊപ്പം ഉഭയസമ്മത പ്രകാരമുള്ള ബന്ധത്തിന് ശേഷം ഒരാൾ വിവാഹം കഴിക്കാൻ വിസമ്മതിച്ചാൽ അത് ദുഃഖകരമാണെങ്കിലും അതിനെ ബലാത്സംഗമായി കണക്കാക്കാൻ കഴിയില്ലെന്നും കോടതി പറഞ്ഞിട്ടുണ്ട്. വിവാഹത്തെക്കുറിച്ചുള്ള തെറ്റായ വാഗ്ദാനങ്ങളെക്കുറിച്ചുള്ള നിയമത്തിലെ നിലപാട് കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതോടൊപ്പം ഈ ബന്ധം വിദേശത്ത് രൂപപ്പെട്ടതാണെന്ന വസ്തുതയിലും കോടതി ശ്രദ്ധ ചെലുത്തി. ഒരു സ്ത്രീ ഒരു പുരുഷനെതിരെ ബലാത്സംഗ പരാതി നൽകി. രണ്ട് കക്ഷികളും അയർലൻഡിലാണ് കണ്ടുമുട്ടിയത്. ഏകദേശം 2 വർഷമായി പ്രണയത്തിലായിരുന്നു. പരാതിക്കാരിയുടെ മുൻ വിവാഹത്തിൽ പ്രശ്നങ്ങൾ നേരിടുന്നു. 7 വയസ്സുള്ള ഒരു കുട്ടിയും പരാതിക്കാരിക്കുണ്ട്. പ്രതിയുടെ ലിവിൻ ബന്ധത്തിലായിരുന്നു അവൾ. പിന്നീട് ആ ബന്ധം വിജയിച്ചില്ല. പ്രതി ഇന്ത്യയിലേക്ക് മടങ്ങിയപ്പോൾ പരാതിക്കാരിയുമായിട്ടുള്ള ആശയവിനിമയം നിർത്തി. അതായത് ഇവിടുന്ന് പ്രതി അയർലൻഡിലേക്ക് പോയപ്പോൾ അവിടെ കുട്ടിയുള്ള ഒരു സ്ത്രീയെ പ്രണയിച്ചു. ശേഷം ആ കുട്ടിയുള്ള സ്ത്രീയുമായി പ്രണയിച്ച് കാര്യമെല്ലാം കഴിഞ്ഞപ്പോൾ ലിവിൻ ബന്ധം ഉപേക്ഷിച്ച് ഇങ്ങോട്ട് വന്ന് ആ സ്ത്രീയുമായിട്ടുള്ള ബന്ധം പോലും വിച്ഛേദിച്ചു, ഒരു ഫോൺ കോൾ പോലും ചെയ്യുന്നില്ല. പ്രായപൂർത്തിയാകാത്ത രണ്ടുപേർ തമ്മിൽ ദീർഘനേരം പരസ്പര സമ്മതത്തോടെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുകയും പിന്നീട് പുരുഷൻ ആ സ്ത്രീയെ വിവാഹം കഴിക്കാൻ വിസമ്മതിക്കുകയും ചെയ്താൽ ആ പ്രവൃത്തി എത്ര ഖേദകരമാണെങ്കിലും ആ ബന്ധം IPC സെക്ഷൻ 376 പ്രകാരം ബലാത്സംഗ കുറ്റമായി കണക്കാക്കാൻ കഴിയില്ല എന്ന് ജസ്റ്റിസ് M നാഗപ്രസന്ന ഇപ്പോൾ ഈ കോടതി വിധിയിൽ പറഞ്ഞിരിക്കുകയാണ്. പരാതി മുഴുവനായും വായിച്ചാൽ തുടക്കം മുതലുള്ള ബലപ്രയോഗം, വഞ്ചന അല്ലെങ്കിൽ ബലപ്രയോഗം എന്നിവയെക്കുറിച്ചുള്ള ഒരു പരാമർശവും കണ്ടെത്താനായില്ല. 2 വർഷത്തെ സൗഹൃദം, ലിവിൻ ബന്ധം, പങ്കിട്ട ഗാർഹിക ജീവിതം, പരസ്പര സമ്മതത്തോടെയുള്ള ബന്ധം എന്നിവയെക്കുറിച്ച് ഈ പരാതിയിൽ പറയുന്നു. ഈ ബന്ധം അയർലൻഡിൽ രൂപപ്പെട്ടതാണ്. അവർ അയർലൻഡിൽ ഒരുമിച്ച് താമസിച്ചു, ജീവിതം പങ്കിട്ടു. പിന്നീട് സംഭവിച്ചത് ആരോപണമല്ല, വിശ്വാസവഞ്ചനയുടെ ആരോപണമാണ്. അതിനാൽ തുടക്കം മുതലേ വഞ്ചനയിലൂടെ ശാരീരിക ബന്ധമല്ല ഇത്. ഒരു ഹൃദയം തകർക്കുന്നത് ഒരു കുറ്റകൃത്യമായി നിയമം കണക്കാക്കുന്നില്ല എന്നത് ഈ നിയമത്തിന്റെ സ്ഥിരമായ ഒരു തത്വമാണ് എന്ന് പറഞ്ഞ് കോടതി കൈകഴുകിയിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് മലയാളം.